Speaking about the gravimetric analysis, we will gravimetric analysis. The analyte is converted into a precipitate by the addition of some precipitating agent, and the precipitate is so formed is collected by filtration, washed free of impurities, dried and weighed, and from the mass of the precipitate obtained, we calculate the mass of the analyte in the solution. That is the principle. And we have seen that some analytes are precipitated in one form and it is dried in the same form and weighed, just like barium sulfate and barium sulfate. Some others are precipitated in one form and the final weighing form will be other. Now, there will be two forms there, the precipitate and the weighing form. The precipitate is barium sulfate and the weighing form is the same barium sulfate. In some other cases, like the case of iron, the precipitate is a ferric hydroxide and the weighing form is a ferric oxide. Okay. വ്യത്യാസം നമ്മൾ പറഞ്ഞു ഇങ്ങനെ വരാൻ കാരണം ചില കേസിൽ ബേരിയം സൾഫേറ്റ് ഇതിന്റെ കേസിലാണെങ്കിൽ അത് ചൂടാക്കിയാലൊന്നും സംഭവിക്കുന്നില്ല, മാത്രമല്ല അത് വളരെ സ്റ്റോയിഷിയോമെട്രിക് ആയ ഒരു കോമ്പൗണ്ട് ആണ്. സ്റ്റോയിഷിയോമെട്രിക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് എ ഡെഫിനിറ്റ് കോമ്പോസിഷൻ. ഇത്ര പെർസെന്റ് ബേരിയം, ഇത്ര പെർസെന്റ് സൾഫർ, ഇത്ര പെർസെന്റ് ഓക്സിജൻ വളരെ റെഡി ആയിരിക്കില്ല ബേരിയം സൾഫേറ്റ്. പക്ഷെ അതുപോലത്തെ ഒരു സ്റ്റോയിഷിയോമെട്രിക് കോമ്പൗണ്ട് അല്ല ഫെറിക് ഹൈഡ്രോക്സൈഡ്. Not only that, on heating it is converted into ferric oxide. So for drying we need heating the precipitate. So it should be resistant towards any decomposition reaction if it is to remain as such. Just in the case of barium sulfate, here it decomposes to ferric oxide. Not only that, this ferric oxide is a stoichiometric compound. Ferric hydroxide is not a stoichiometric compound. Again, it should be converted into ferric oxide. Either way, രണ്ടു വിധത്തിലായാലും ചൂടാക്കുമ്പോൾ മാറുന്ന മാത്രമല്ല ചൂടാക്കി മാറാതിരുന്നാലും അങ്ങനെ വീട്ടെടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ കാരണം ഇതിന് സ്റ്റോയിchiometry ഇല്ല. What's the point? Okay, അതുകൊണ്ടാണ് അതിനെ ഹീറ്റ് ചെയ്ത് ഫെറിക് ഓക്സൈഡ് ആക്കുന്നത്. കാൽഷ്യം ഓക്സലേറ്റ്, കാൽഷ്യം is precipitated as calcium oxalate and calcium oxalate can be dried. അത് കാൽഷ്യം ഓക്സലേറ്റ് വേറൊരു പ്രത്യേകതയുണ്ട്, അത് നമ്മൾ ക്ലാസ് ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെന്റ് ആണ്. കാൽഷ്യം is precipitated as CaC2O4 and on gentle heating up to say 110 degree or 120 degree, it is converted into CaC2O4H2O or simply CaC2H2O ആണ്. CaC2O4 120 ഡിഗ്രി വരെ ഹീറ്റ് ചെയ്താൽ അത് CaC2O4 ആക്കിയിട്ട് വേണം ഹീറ്റ് എടുക്കാം. അതല്ല കുറച്ച് നന്നായി ഹീറ്റ് ചെയ്താൽ അത് CaCO3 ആയി മാറും. പിന്നെ ഹീറ്റ് ചെയ്താൽ വേണമെങ്കിൽ അത് CaO ആയി മാറും. ഇത് മൂന്ന് തരത്തിലും കാൽഷ്യം ഗ്രാവിമെട്രിക് എസ്റ്റിമേഷൻ നടത്താൻ പറ്റും. ഇതെല്ലാം this is stoichiometric, these also are stoichiometric. So we can adjust or the control the heating temperature to say about 120 degree. CaC2O4 can be obtained and weighed. നന്നായി ചൂടാക്കിയാലോ 700 ഡിഗ്രി ചൂടാക്കുമ്പോൾ എന്താവും CaCO3 ആവും. 500 to 600 degree it is converted into calcium carbonate and at a still higher temperature it is converted into calcium oxide. Calcium oxide ഇപ്പോൾ എന്ത് സംഭവിക്കുക, ഇവിടെ എത്തുമ്പോൾ ഇന്നും ചൂടാക്കി കഴിഞ്ഞാൽ ഭാരം പിന്നെയും കുറയും. കുറഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെങ്കിൽ കുറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം വലിയ വെയിറ്റ് ആണ് ഇപ്പോൾ നല്ലത്, ശരിയല്ലേ? ചെറിയ വെയിറ്റ് എടുക്കുമ്പോൾ തെറ്റിപ്പോകാൻ സാധ്യത കൂടുതലാണ്. കുറച്ചുകൂടി വലിയ വെയിറ്റ് ആകുമ്പോൾ ചിലപ്പോൾ കാൽഷ്യം ഓക്സലേറ്റ് ആക്കി ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ്. പക്ഷേ നമ്മൾ ക്രൂസിബിളൊക്കെ ചൂടാക്കുമ്പോൾ അങ്ങനെ 100 ഡിഗ്രി അത് ഓവൻ വേണം. 120 ഡിഗ്രി ചൂടാക്കാൻ ഹീറ്റിംഗ് ഓവൻ വേണം. ക്രൂസിബിളിൽ ചൂടാക്കുമ്പോൾ അത് കാൽഷ്യം കാർബണേറ്റ് ആയിട്ട് പോകും. സ്ട്രോങ് ഹീറ്റിംഗ് അവര് ക്രൂസിബിൾ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം ബുദ്ധിമുട്ടാകും മനസ്സിൽ, കാരണം അത് മുമ്പേ നമ്മൾ ലാബ് ചെയ്യുന്നതായിരുന്നു, ഇപ്പം ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നന്നായി ചൂടാക്കുമ്പോൾ അത് കാൽഷ്യം കാർബണേറ്റ് ആയി പോകും. പിന്നെ നന്നായി സ്ട്രോങ് ഹീറ്റിംഗിൽ അത് കാൽഷ്യം ഓക്സൈഡ് ആവും. എനിവേ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പ്രസിപ്പിറ്റേഷനും അതിനോടനുബന്ധിച്ചുള്ള പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് പ്രസിപ്പിറ്റേറ്റിനെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കി അതിന്റെ വെയിറ്റ് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ഗ്രാവിമെട്രിക് അനാലിസിസ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒന്നിന് ടേംസ് നമ്മൾ പ്രത്യേകം പഠിക്കാനുള്ള ഒന്ന്. അതിന് മുമ്പേ ഒരു കാര്യം, ഈ ഉണ്ടാകുന്ന പ്രസിപ്പിറ്റേറ്റ് ചില ക്വാളിറ്റീസ് ഒക്കെ വേണം, എന്നാൽ മാത്രമേ നമുക്ക് ഗ്രാവിമെട്രിക് ആയിട്ട് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് പ്രസിപ്പിറ്റേറ്റ് qualities? The qualities of a gravimetric precipitate. എല്ലാ precipitate ഉപയോഗിച്ച് നമ്മൾ ഗ്രാവിമെട്രിക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ ഗ്രാവിമെട്രിക് എസ്റ്റിമേഷന്റെ പ്രിൻസിപ്പിൾ എന്താണ്? ആ സൊല്യൂഷനിലുള്ള അനലൈറ്റിനെ പൂർണ്ണമായും ഒരു precipitate ആക്കി മാറ്റുക by the addition of a precipitating agent. Barium is precipitated as barium sulfate.
അത് ഓൾമോസ്റ്റ് 100% precipitation ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കണക്കൂട്ടി കിട്ടുന്നൊക്കെ തെറ്റായിരിക്കും, അത് സംശയമില്ല. അല്ലെങ്കിൽ അയൺ ഈസ് precipitated as ferric hydroxide. Calcium is precipitated as calcium oxalate. And that precipitate is collected by filtration, washed free of impurities and dried. അപ്പോൾ ഈ precipitate ഉണ്ടാകുന്ന precipitate ചില ക്വാളിറ്റീസ് ഉണ്ടായാൽ മാത്രം നമ്മുടെ എക്സ്പെരിമെന്റ് അത് ശരിയായ ദിശയിലേക്ക് പോകും, അല്ലെങ്കിൽ വിൽ ഗോ ടു somewhere. Okay, so what are the qualities of a good gravimetric precipitate? ഇതൊക്കെ ആയിരിക്കണം നമുക്ക് ആലോചിച്ചാൽ കിട്ടുന്നേ ഉള്ളൂ. ഒന്നാമത്തെ എന്തായിരിക്കണം? അതിന്റെ സോലിബിലിറ്റി എന്തായിരിക്കണം? നെഗ്ലിജിബിൾ ആയിരിക്കണം. യാതൊരു സംശയമില്ല. കാരണം ഉണ്ടാകുന്ന precipitate ഒരു കുറച്ച് കൂടുതൽ ലയിച്ചു പോവുകയാണെങ്കിൽ പറഞ്ഞ മനസ്സിലാണ്ട. നമുക്ക് എക്സ് ഗ്രാം, ഒരു എക്സാമ്പിൾ പറയാണ്, എക്സ് ഗ്രാം ബേരിയം ഉണ്ട്. അത് എക്സ് ഗ്രാമും ബേരിയം സൾഫേറ്റ് ആയാൽ അത് വൈ ഗ്രാം ആണെന്ന് എടുത്തു. അല്ലെങ്കിൽ വൈ ഗ്രാം ബേരിയം സൾഫേറ്റ് നമുക്ക് കിട്ടി. വൈ ഗ്രാം ബേരിയം സൾഫേറ്റ് കിട്ടി എത്ര ഗ്രാം എക്സ് നമ്മളാണ് കിട്ടും? വൈ ഇൻറ്റു അറ്റോമിക് വെയിറ്റ് ഓഫ് ബേരിയം ഡിവൈഡഡ് ബൈ മുമ്പേ പറഞ്ഞിട്ടുണ്ട് മോളിക്കുലർ മാസ് ഓഫ് ബേരിയം സൾഫേറ്റ്. വൈ ഗ്രാം ഓഫ് വൈയിൽ എത്ര ബേരിയം ഉണ്ടാവും? അതിന് ബേരിയം സൾഫേറ്റിന്റെ മോളിക്കുലർ മാസ് ഡിവൈഡ് ചെയ്ത് ബേരിയത്തിന്റെ അറ്റോമിക് മാസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ ഓർമ്മ ഉണ്ടാവും. എക്സ് ഗ്രാം വാട്ടറിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? എക്സ് മൾട്ടിപ്ലൈഡ് ബൈ ട്വൈസ് ദി അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് വാട്ടർ. മനസ്സിലെ കാരണം 18 ഗ്രാം വാട്ടറിൽ എത്രയുണ്ട്? 2 ഗ്രാം. അതായത് അതിന്റെ 16 ഗ്രാം ഓക്സിജനും 2 ഗ്രാം ഹൈഡ്രജനാണ്. ഇതിൽ നിന്നാണ് ഈക്വേഷൻ വരുന്നത്. 16 2 18. അപ്പോഴേ ഇവിടെ 18 വരും, ഇവിടെ 2 വരും. ഓക്സിജൻ അങ്ങനെ എക്സ് ഗ്രാം വാട്ടറിൽ എത്ര ഓക്സിജൻ ഉണ്ട്? 16/18. എക്സ് ഇൻറ്റു 2/18 ഹൈഡ്രജനും എക്സ് ഇൻറ്റു 16/18 ഓക്സിജനും അതിലുണ്ടാവാം. ഇതേ പ്രിൻസിപ്പിൾ തന്നെ ഇവിടെ മനസ്സിലായില്ലേ? So if you have y grams of barium sulfate, that means it has a y into atomic mass of barium divided molecular mass of barium sulfate. How much grams of barium? ഇത്രയും barium sulfate കിട്ടിയാൽ ഇത്രയും barium ഉണ്ട് നമുക്ക് മനസ്സിലാവും. ഈ വൈയിൽ കുറച്ചേരി ലയിച്ച് കിടക്കുകയാണെങ്കിലോ if it is solubility is considerable or finite or not negligible, we can see that a part of the precipitate will get dissolved or remain dissolved in the solution, and what we collect by filtration will be slightly less than y. Y complete കിട്ടുക കാരണം y ഒരു ഭാഗം ഡിസോൾവ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് കണക്കൂട്ടിയാൽ കിട്ടുന്ന വൈനേക്കാൾ കുറഞ്ഞ വാല്യൂ കിട്ടും. അപ്പോൾ ഇവിടെ എക്സിനേക്കാളും കുറഞ്ഞ വാല്യൂ. അപ്പോൾ എക്സ് ആണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. നമുക്ക് കണക്കൂട്ടിയാൽ കിട്ടിയ എക്സിനേക്കാളും ചെറിയൊരു വാല്യൂ ആയിരിക്കും. കാരണം എന്താണ്? ബിക്കോസ് എ പാർട്ട് ഓഫ് ദി precipitate remains dissolved. അപ്പോൾ ഡിസോൾവ് ആയി കിടക്കാൻ പാടില്ല. അത് കംപ്ലീറ്റ് ആയിട്ട് precipitate ചെയ്താൽ മാത്രമേ എന്തുള്ളൂ നമ്മുടെ എക്സ്പെരിമെന്റ് അത് 100% ശരിയായിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ഓക്കെ, ഒരു ക്വാളിറ്റി സോളിബിലിറ്റി ആണ്, അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഓൾമോസ്റ്റ് ഇൻസോളിബിൾ. പിന്നെ എന്താ പ്രോപ്പർട്ടി ഉള്ളത്? പ്രോപ്പർട്ടി പറയാം. വേറൊരു പ്രോപ്പർട്ടി ആലോചിച്ചാൽ കിട്ടുന്ന എന്താണ്? ആലോചിച്ചാൽ കിട്ടുന്നുള്ളൂ. ഷുഡ് ബി ഹാവിംഗ്, ഇറ്റ് ഷുഡ് ബി ഇൻ ദ ഫിൽട്ടറബിൾ ഫോം. ഫിൽട്ടറബിൾ ആയിരിക്കാൻ പറ്റും. ചില precipitate ഇങ്ങനെ കൊളോയിഡൽ ആയിട്ടൊക്കെ ഉണ്ട്. അതായത് ചിലപ്പോൾ നമ്മുടെ താഴേക്ക് പോകും, ചിലപ്പോൾ ഫിൽട്ടർ ചെയ്യാൻ പറ്റില്ല. ഒരു ഫിൽട്ടറബിൾ ഫോമിലായിരിക്കണം. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ഫിൽട്ടർ ചെയ്ത് ക്ലിയർ ആക്കാൻ പറ്റണം. പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടോ? ചില precipitate is not filterable. The colloidal precipitates may pass through the pores of the filter paper. ഫിൽട്ടർ പേപ്പർ എന്നാണ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം. ഫിൽട്ടർ പേപ്പർ എന്നാൽ ചെറിയ ദ്വാരങ്ങളിൽ നിന്ന് മേലെ വയ്ക്കും, സോളിഡ് ആണ് താങ്ങി നിൽക്കും, ലിക്വിഡ് താഴേക്ക് പോകും. precipitate കൂടി താഴേക്ക് വന്നു കഴിഞ്ഞാലോ പ്രത്യേകിച്ച് പോകും. അപ്പോൾ ഫിൽട്ടറബിൾ ഫോമിലായിരിക്കണം precipitate. പാർട്ടിക്കിൾ സൈസ് കൂടിയിരിക്കണം, ക്രിസ്റ്റലൈൻ ആയിരിക്കണം, കഴിയുന്നതും ക്രിസ്റ്റലൈൻ. ഓക്കെ, പിന്നെന്ത് വേണം? ലാർജ് പാർട്ടിക്കിൾ സൈസ് ആയിരിക്കണം. ഇങ്ങനെ കുറെ ക്വാളിറ്റീസ് ഉണ്ടായാൽ മാത്രമേ precipitate നമുക്ക് കൃത്യമായിട്ട് എക്സ്പെരിമെന്റിൽ ഉപയോഗിക്കാൻ പറ്റൂ. ഇതിന് ഗ്രാവിമെട്രിക് എസ്റ്റിമേഷൻ പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടോ? So the precipitate should have a certain property so that it can be used in the gravimetric analysis. All the precipitates cannot be used in gravimetric analysis. ഇതേ ബന്ധപ്പെട്ട നമുക്ക് രണ്ട് ടേംസ് പഠിക്കേണ്ടത് നോക്കാം. എന്താണ്? ഒന്ന് കോ പ്രസിപ്പിറ്റേഷൻ, മറ്റേത്
പോസ്റ്റ് നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാവാൻ സാധ്യത കുറവാണ്. 2 വാക്കുകൾ ശ്രദ്ധിക്കുക. co-precipitation, രണ്ടാമത്തേത് പോസ്റ്റ് precipitation. എന്താണ് ഈ 2 സാധനങ്ങൾ? പേര് കേൾക്കുമ്പോൾ ചെറിയൊരു ഐഡിയ മനസ്സിലായി. കോ precipitate ഒന്നിച്ച് precipitate ചെയ്യാം, മറ്റേത് പോസ്റ്റ് precipitate precipitation ശേഷം എന്തോ സംഭവിക്കുന്നതാണ്. വാക്ക് മനസ്സിലാവില്ലേ? കോ മീൻസ് ടുഗദർ, പോസ്റ്റ് മീൻസ് ആഫ്റ്റർ. Okay, so what is co-precipitation actually means? You can see that certain substances are soluble in water, certain others are insoluble. Okay, and in the gravimetric analysis we should have only one insoluble substance. നമ്മുടെ പേര് സൊല്യൂഷൻ അല്ലേ? നേരത്തെ ഞാൻ പറഞ്ഞുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാണ്. ബേരിയം അയോൺസ് ഉണ്ടെങ്കിൽ അതിന് ബേരിയം ക്ലോറൈഡ് ആയിരിക്കാം, ബേരിയത്തിന് സോല്യൂബിൾ സോൾട്ട് ആയിരിക്കും, ബേരിയം അസെറ്റേറ്റോ ബേരിയം നൈട്രേറ്റോ ബേരിയം ക്ലോറൈഡ്, ഇതൊക്കെ സോല്യൂബിൾ സോൾട്ടുകളാണ്. അതേ സമയത്ത് ബേരിയം സൾഫേറ്റ് ഇൻസോല്യൂബിൾ സോൾട്ടാണ്, ബേരിയം ഫോസ്ഫേറ്റ് ഇൻസോല്യൂബിൾ ആണ്. അല്ലാതെ ബാക്കിയെല്ലാം സോല്യൂബിൾ. എനിവേ ദിസ് ബേരിയം ഈസ് പ്രസന്റ് ഇൻ സൊല്യൂഷൻ മീൻസ് ഇറ്റ് ഈസ് സോല്യൂബിൾ. എൻ്റെ കൂടെ ആനയോൺസ് ചിലപ്പോൾ നൈട്രേറ്റ് ആവാം, ചിലപ്പോൾ ക്ലോറൈഡ് ആവാം, സാധാരണ കോമൺ ആയിട്ട് തന്നെ ഉണ്ടാവും, സൾഫേറ്റ് ആവില്ല. നമുക്ക് നമ്മൾ സോൾട്ടുകൾ പ്രധാനമായിട്ട് 3 സോൾട്ടുകളാണ്, ക്ലോറൈഡ്, സൾഫേറ്റ്, നൈട്രേറ്റ്. കാരണം കോമൺ ആസിഡ് അതായത് മാത്രം പറയുന്നതാണ്. ഓക്കെ, and you can see that if this solution, what are we adding actually? We are adding ammonium oxalate or oxalate ion, sulfate ion, sodium sulfate or whatever it is. ഈ സൾഫേറ്റ് ചേർക്കുമ്പോൾ ബേരിയം is precipitated as a barium sulfate. ഓക്കെ, ഈ ബേരിയത്തിൻ്റെ കൂടെയുള്ള നൈട്രേറ്റോ അല്ലെങ്കിൽ ക്ലോറൈഡോ അല്ലെങ്കിൽ സോഡിയം അയോൺസോ അല്ലെങ്കിൽ പൊട്ടാസ്യം അയോൺസോ അല്ലെങ്കിൽ H+ അയോൺസോ ഇതൊന്നും ഇതിനെ ബാധിക്കുന്നില്ല. കാരണം ഇതിൻ്റെ ഒക്കെ സൾഫേറ്റുകൾ ഹൈഡ്രജൻ സൾഫേറ്റ് ആയാലും പൊട്ടാസ്യം സൾഫേറ്റ് ആയാലും പിന്നെന്താണ് സോഡിയം സൾഫേറ്റ് ആയാലും അല്ലെങ്കിൽ ബേരിയം നൈട്രേറ്റ് ആയാലും ബേരിയം ഇതൊക്കെ ഇൻസോല്യൂബിൾ അല്ല, സോല്യൂബിൾ ആണ്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അതേ സമയത്ത് സപ്പോസ് നൈട്രേറ്റ്, ഇത് നൈട്രേറ്റ് ആണ്. ഇഫ് യു ആഡ് സൾഫേറ്റ് അയോൺ ഓർ സൾഫ്യൂരിക് ആസിഡ്, നമ്മുടെ ഉദ്ദേശം എന്താണ്? ഈ ബേരിയത്തിന്റെ സൊല്യൂഷൻ ബേരിയം സൾഫേറ്റിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക, അതിനുശേഷം അതിനെ അരിച്ചിങ് മാറ്റുക, കഴുകി വൃത്തിയാക്കുക, അതിന്റെ വെയിറ്റ് എടുക്കുക എന്നുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ you can see that sometimes the substance which is normally soluble ആണ്. ഇപ്പോൾ ബേരിയം നൈട്രേറ്റ് നോർമലി സോല്യൂബിൾ ആണ്, ബേരിയം ക്ലോറൈഡ് നോർമലി സോല്യൂബിൾ ആണ്. Such substances may get precipitated along with the precipitate. അതാണ് co-precipitation എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇതിലാണെങ്കിൽ ഇപ്പം ബേരിയം നൈട്രേറ്റ് സാധാരണഗതിയിൽ വളരെ സോല്യൂബിൾ ആയ ഒരു സാധനമാണ്. ഈ NO3 twice എന്നുള്ളത് ഹൈലി സോല്യൂബിൾ ആണ്. But you can see that a small quantity of barium nitrate gets precipitated along with the barium sulfate. അപ്പോൾ സംഭവിക്കും, ഇപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടു നമ്മൾ കിട്ടിയ precipitate കംപ്ലീറ്റ് എന്തായിട്ടാണ് കാണുന്നത്? ബേരിയം സൾഫേറ്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം മനസ്സിലാകുന്നുണ്ടോ? ബേരിയം സൾഫേറ്റ് എന്നുള്ള അസംപ്ഷനിലാണ് നമ്മൾ അതിന്റെ മാസിന്ന് ബേരിയത്തിന്റെ മാസ് കണക്കൂട്ടുന്നത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? കാരണം കിട്ടിയ മാസിനെ ബേരിയത്തിന്റെ അറ്റോമിക് മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ബേരിയം സൾഫേറ്റിന്റെ മോളിക്കുലർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നത് അത് ആ സൊല്യൂഷനിലുള്ള ബേരിയത്തിന്റെ മാസം നമ്മൾ അസ്യൂം ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? നമ്മുടെ സൊല്യൂഷനിലെ ബേരിയം കംപ്ലീറ്റ് ബേരിയം സൾഫേറ്റ് ആയി മാറി അതിന്റെ മാസം നമ്മൾ എടുത്തതെന്നുള്ള അസംപ്ഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. ശരിയാണ്, ആ ശരിയെ തെറ്റാക്കുന്നതാണ് ഈ പറഞ്ഞ ഇതിനാണ് നമ്മൾ co-precipitation. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ എന്താ പറയാ? സബ്സ്റ്റൻസസ് വിച്ച് ആർ നോർമലി സോല്യൂബിൾ ഇൻ ദി മദർ ലിക്കർ. മദർ ലിക്കർ എന്നുള്ള വാക്കുകൾ ബുക്കിൽ കാണും. മദർ ലിക്കർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ സൊല്യൂഷൻ ഇതിൽ പല അയോണുണ്ട്, അതുകൊണ്ട് അതിനെ മദർ ലിക്കർ, അതായത് precipitate ഉണ്ടാകുന്ന ആ മീഡിയം, അതാണ് അതിന്റെ മദർ ലിക്കർ. അതിൽ നോർമൽ കേസിൽ സോല്യൂബിൾ ആവുന്ന സാധനങ്ങൾ ഗെറ്റ്സ് precipitated or carried down along with the precipitate എന്നുള്ള വാക്ക് ശരിയല്ല, carried down along with the precipitate. precipitate കൂടെ താഴേക്ക് സെറ്റിൽ ചെയ്തു പോകുന്നു. ഇതിനാണ് എന്താ പറഞ്ഞത്? co-precipitation. That means that is actually precipitated എന്നാണ് പറയുക. ആ precipitate കൂടെ ചേർന്ന് അതൊരു ഇൻസോല്യൂബിൾ സബ്സ്റ്റൻസ് ആയി മാറുകയാണ് ചെയ്യുന്നത്. കുറച്ചാണെങ്കിലും കൂടുതലൊന്നും ഉണ്ടാവില്ലെങ്കിൽ കുറച്ച് മതി, കുറച്ചേറെ ഉണ്ടാവും. So substances which are normally soluble in the mother liquor gets carried down along with the precipitate.
In some precipitation reactions, in gravimetric analysis, this phenomenon is called a, so that means that contaminates the precipitate contaminate precipitate and the pure form matum, isn't it? We are making and there are all calculations assuming that the precipitate that we obtained in this experiment is pure barium sulfate. Barium sulfate നമ്മൾ കാണാം, കുറച്ച് barium sulfate കുറച്ച് barium nitrate barium chloride നമ്മൾ കുടുങ്ങിയിട്ടുണ്ടെങ്കിലോ അത് തെറ്റാണ്, മനസ്സിലായില്ലേ? The result will go wrong. That is a co-precipitation. In co-precipitation, the substance which is carried down along with the insoluble precipitate, that is sulfate, is a normally soluble in the mother lake. Normal case is soluble ആണ്, പക്ഷെങ്കിൽ ഈ precipitation നടക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ചില ഭാഗം കൂടി കൂടിയിട്ട് ഇങ്ങോട്ട് താഴേക്ക് വരും. അതിനാണ് പറയുന്നത് co-precipitation എന്ന് പറയുന്നത്. ഇനി ഇതെന്താണ്? അത് പറയുന്നത് post precipitation. Here the precipitate formed. ഓക്കെ, precipitate ഫോം നമ്മൾ കുറച്ച് രണ്ട് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ അതിന്റെ മുകളിലേക്ക് വേറെ ചില നോർമലായിട്ട് സ്പിരിറ്റ് ചെയ്യുന്ന സാധനങ്ങൾ സമയം എടുത്താൽ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും മറ്റ് അതിലുള്ള ചില സാധനങ്ങൾ അയോൺസ് രണ്ടും കൂടി ചേർന്നിട്ടോ അല്ലെങ്കിൽ അഡ്സോർബ് ചെയ്തിട്ടോ അതിന്റെ മുകളിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും ഓവർ ദി precipitate. That is called a co-precipitation. Sorry, post after the. Normally നമ്മൾ precipitation കഴിഞ്ഞ് ഉടനെ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ എന്ത് ഒഴിവാവും? പോസ്റ്റ് precipitation ഒഴിവാവും. The substances which are present in the mother liquor after the precipitation gets deposited over the precipitate, that is called a post precipitation. It is മനസ്സിലായല്ലോ? The substances that are present in the mother liquor which is normally soluble in the mother liquor. The mother liquor വാസിച്ചിട്ടില്ല. വാക്ക് കേട്ടിട്ട് വേറെ പറഞ്ഞ ഒന്നുമില്ല. ഈ സൊല്യൂഷൻ പറയുന്ന വേറെ മദർ ലിക്കർ. ആ സൊല്യൂഷന് എന്താ മീഡിയം, അതാണ് അതിന്റെ മദർ ലിക്കർ. ചിലപ്പോൾ വെള്ളം ഇരിക്കാം, ചിലപ്പോൾ ആസിഡ് ഉണ്ടാവാം, ചിലപ്പോൾ മറ്റ് അയോൺസ് ഉണ്ടാവാം. ആ സിസ്റ്റത്തെയാണ് മദർ ലിക്കർ എന്ന് പറയുന്നത്. ആ മീഡിയത്തിലാണ് നമ്മുടെ precipitation നടക്കുന്നത്. ആ നടക്കുന്ന മീഡിയം, ആ മീഡിയത്തില് നോർമൽ കേസിൽ സോലിബിൾ ആയിരിക്കുന്ന നമ്മളെ സൾഫേറ്റ് ഏഡ് ചെയ്യുന്നവരെ അതിലൊന്നും ക്ലിയർ ആയിരിക്കും, ഒരു സംശയമില്ല. പക്ഷെ ഇത് precipitate വേരിയം സൾഫേറ്റ് ഉണ്ടാവും, അതിന്റെ കൂട്ടത്തിൽ കുറച്ച് വേരിയം നൈട്രേറ്റോ എന്തെങ്കിലുമൊക്കെ precipitate ചെയ്ത് പോവാം. precipitate ചെയ്താൽ അതിന്റെ കൂട്ടത്തിൽ കുടുങ്ങിയിട്ട് ഇപ്പൊ എന്താണ് നമ്മൾ എടുക്കുന്ന സോളിഡ് വേരിയം സൾഫേറ്റിൽ കുറച്ച് വേരിയം നൈട്രേറ്റ് ഉണ്ടാവും എന്നർത്ഥം. ദാറ്റ് ഈസ് കോൾഡ് എ co-precipitation. മാറിപ്പോയത് co along with. Post means nothing is wrong until the precipitation is over. Precipitate is formed, but after the precipitation certain substances present in the mother liquor but ions onneങ്കിലും gets deposited over the precipitate formed. ഇപ്പൊ എന്താണ്ടാവുക? thereby increasing the mass of the, അപ്പൊ മാസ് കൂടുകയില്ല അല്ലേ? വേണ്ട സാധനം precipitate ചെയ്ത് ഓക്കെ അതിന്റെ കൂട്ടത്തിൽ മറ്റേയുള്ള സാധനങ്ങളും കൂടി അതിന്റെ മുകളിൽ deposit ചെയ്താലോ that means the mass of the precipitate increases. അതിനാണ് എന്ന് പറയുന്നത് പോസ്റ്റ് precipitation എന്ന് പറയുന്നത്. മനസ്സിലായ വ്യത്യാസം? ഇത് കാണുന്ന ഫോർ എക്സാമ്പിൾ നമ്മുടെ കാൽഷ്യത്തിന്റെ കേസിൽ യു ക്യാൻ സീ ദാറ്റ് കാൽഷ്യം ഈസ് precipitated as a calcium oxalate and that medium very small quantity of magnesium. magnesium ഉണ്ട് സാധാരണ കാൽസ്യത്തിന്റെ കൂടെ കാണുന്ന ഒരു സാധനമാണ് രണ്ടൊരു ഗ്രൂപ്പ് magnesium. ഈ magnesium oxalate നോർമലി precipitate ചെയ്യില്ല, പക്ഷെ കുറേ സമയം കഴിഞ്ഞാൽ തന്നെ വെച്ചിരിക്കുകയാണെങ്കിൽ പതുക്കെ liquid sulfate get precipitated over the particles of a calcium oxalate and the mass of the precipitate will slowly increase. So we can see that magnesium oxalate MgC2O4 gets post precipitated over calcium oxalate. Magnesium oxalate gets post precipitated over calcium oxalate. Magnesium oxalate normally does not precipitate in the dilute solution, but it will after long time കുറേ നേരം പതുക്കെ സമയം എടുക്കും, ഒരുപാട് സമയം കൊണ്ട് പതുക്കെ magnesium oxalate deposit ചെയ്യാൻ തുടങ്ങും and that will contaminate the calcium oxalate precipitate and this phenomenon is called a post precipitation. വ്യത്യാസം മനസ്സിലുണ്ടോ? co-precipitation and post precipitation. ഈ co-precipitation ഒരുപാട് ഡിഫറെന്റ് റൂട്ടുകൾ, എല്ലാം ഒരേപോലെയല്ല. different modes of co-precipitation, something like a occlusion, inclusion and a adsorption. പല രൂപത്തിലാവും. ഒക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്സോർപ്ഷൻ നമുക്ക് മനസ്സിലാവും. ഒക്ലൂഷൻ ഉള്ളിൽ കുടുങ്ങി പോവുക.
ഇൻക്ലൂഷൻ. രണ്ട് കേസ് ഒരേ അർത്ഥമാണ്. ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ ക്രിസ്റ്റൽ അതിന്റെ ഡീറ്റെയിൽസിലൊക്കെ നമ്മൾ വായിക്കാൻ ബുദ്ധിമുട്ടാണ് എനിക്ക് വന്നത്. ക്രിസ്റ്റൽ ഫോം ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഇടയ്ക്ക് ചില അയോൺസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുക. അത് മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ ഇവിടെ സൾഫേറ്റ് ആയുള്ള സ്ഥാനത്ത് കുറച്ച് നൈട്രേറ്റ് അയോൺസ് ചേർന്നാൽ വേരിയം സൾഫേറ്റ് ക്രിസ്റ്റലിൽ നിന്നുണ്ടാവുക വേരിയം അയോൺസ്, സൾഫേറ്റ്, വേരിയം, നമുക്കറിയാം സോഡിയം ക്ലോറൈഡ് സൾഫർ സൾഫേറ്റ്, ഇങ്ങനെ അടുത്തടുത്ത് അയോൺസ് ഉണ്ടാവും. ഇതിൽ ചില സൾഫേറ്റുമാർ അവിടെ നൈട്രേറ്റ് കയറി കൂടി അതിനോട് കുടുങ്ങി. ദാറ്റ് ഈസ് ദി ഒക്ലൂഷൻ. Sorry, inclusion ആണ് പറയുന്നത്. Occlusion means the particles get trapped inside the crystal. ചിലപ്പോൾ precipitate ഫോം ചെയ്യുമ്പോൾ ഒരു precipitate ഫോം ചെയ്യുമ്പോൾ ഒരു പാർട്ടിക്കിൾ പതുക്കെ ഉണ്ടായി. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ന്യൂക്ലിയേഷൻ എന്ന് പറയും. അതിന് ശേഷം വേറൊരു പാർട്ടിക്കിൾ ഡെപ്പോസിറ്റ് ഇങ്ങനെ വലുതായി വരികയാണ്. മനസ്സിലായില്ലേ? precipitate എന്ന് പറഞ്ഞാൽ ഒരു സോളിഡിന്റെ ചെറിയൊരു പാർട്ടിക്കിൾ, ഒരു ക്രിസ്റ്റൽ ഉണ്ടാവും. ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ മൈന്യൂട്ട്. അതിന്റെ മുകളിലേക്ക് കൂടുതൽ പാർട്ടിക്കിൾസ് ഇങ്ങനെ ഡെപ്പോസിറ്റ് ആണ് ക്രിസ്റ്റൽ വലുതായി വരുന്നത്, പാർട്ടിക്കിൾ വലുതാവുന്നത്. precipitation നടക്കുമ്പോൾ ആദ്യം പതുക്കെ ഒരു ടർബേഡിക്ക് വരും, പതുക്കെ അത് കൂടി വൈറ്റ് precipitate മാറുന്നത്. ശ്രദ്ധിച്ചിട്ടൊന്നും എനിക്കറിയില്ല, ചിലപ്പോൾ ലേബിലൊന്നും ചെയ്യാത്തൊന്നും ശ്രദ്ധിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. എനിവേ, the precipitate particle goes on increasing size by deposition of the particles on a small nucleus. ഒരു ന്യൂക്ലിയേഷൻ എന്ന് പറയാതെ precipitation ഫസ്റ്റ് സ്റ്റെപ്പാണ് ന്യൂക്ലിയേഷൻ. മനസ്സിലായില്ലേ? ദെൻ ക്രിസ്റ്റൽ ഗ്രോത്ത് ആണ്. പതുക്കെ അതിന്റെ മുകളിൽ കൂടുതൽ പാർട്ടിക്കിൾ ഡെപ്പോസിറ്റ് ചെയ്ത് ക്രിസ്റ്റൽ അങ്ങനെ വലുതാവും. അതിനോട് പാർട്ടിക്കിൾസ് കുടുങ്ങിപ്പോവും, മറ്റു പാർട്ടിക്കിൾസ്. മനസ്സിലായില്ലേ? അപ്പോഴെന്താവും? ദാറ്റ് ഈസ് എ ഒക്ലൂഷൻ. ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാലോ ശരിക്കും ഈ ക്രിസ്റ്റൽ ഫോമിൽ തന്നെ ക്രിസ്റ്റലിന്റെ ലാറ്റിസിലുള്ള ഞാൻ പറഞ്ഞു ഇപ്പൊ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലാണെങ്കിൽ സോഡിയം ക്ലോറൈഡ് പഠിച്ചിട്ടുണ്ടാവും. സോഡിയം ക്ലോറൈഡ് ഇങ്ങനെ സോഡിയത്തിന് ചുറ്റും 6 ക്ലോറൈഡ് ചുറ്റും 6 സോഡിയം എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതിന്റെ സ്ഥാനത്ത് മറ്റ് അയോൺസ് പെട്ടുപോകും. കാരണം ഈ സൊല്യൂഷനിൽ എല്ലാ അയോൺസ് ഉണ്ടെങ്കിൽ അയോൺസ് അതിൽ കുടുങ്ങും. സാധാരണ ഇതിലെ സോളിബിൾ ആണെങ്കിലും എന്നോട് കുടുങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് precipitate ഭാഗമായി മാറും. മനസ്സിലായില്ലേ? ദാറ്റ് ഈസ് ഇൻക്ലൂഷൻ. അതേപോലെ പല മോഡ്സിലും ഈ പറഞ്ഞ co-precipitation നടക്കും. പറഞ്ഞ് ക്ലിയർ ആയ? Occlusion, inclusion, etc. All these are different modes of co-precipitation. Generally, we can say that those particles which are normally or usually soluble in the mother liquor. Normal case il ലയിച്ചിരിക്കുന്ന സാധനങ്ങളാണ്. പക്ഷേ during the formation of the precipitate, it gets carried down along with the precipitate or precipitated along with the main precipitate. We can say contaminating the precipitate, thereby making the experiment wrong. Post precipitation means normally a precipitate is formed, no problem, and if the precipitate remains in contact with the mother liquor for a long time, if the precipitate remains with the in contact with the mother liquor for a long time, precipitate ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ തന്നെ വെച്ച് അപ്പോൾ ചായ കുടിച്ച് വരുമ്പോഴേക്ക് പതുക്കെ precipitate നമ്മൾ എന്താവും അങ്ങനെ കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് എ പോസ്റ്റ് precipitation. മനസ്സിലായില്ല? magnesium oxalate gets post precipitated over calcium oxalate. ഓക്കെ, ഇത് രണ്ടും മനസ്സിലാക്കുക. co-precipitation and post precipitation. സാധാരണഗതിയിൽ precipitation ഈ co-precipitation ഒക്കെ നമ്മൾ പരമാവധി ഒഴിവാക്കുന്നതും adsorption ഒക്കെ ഒഴിവാക്കാനുള്ള ഒരു മെത്തേഡ് ഞാൻ പറയുന്ന പേരാണ് ഏജിങ് എന്ന് പറയും, or digestion. ഡൈജഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ വേരിയസിന്റെ സൊല്യൂഷനിലേക്ക് സൾഫേറ്റ് ഒഴിച്ച് വേരിയസ് സൾഫേറ്റ് precipitate ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഫിൽറ്റർ ചെയ്യുക. നേരത്തെ പറഞ്ഞു അവിടെ വെച്ച് ചാടിക്കാൻ പോയി എന്ന് പറഞ്ഞ പോലെ ഒന്നല്ല, അവിടെ തന്നെ വെച്ചിട്ട് കുറച്ച് നേരം ആ മദർ ലിക്കറായിട്ട് കോൺടാക്ട് ചെയ്യിക്കാൻ ശ്രമിക്കുക അണ്ടർ ദി ഹോട്ട് കണ്ടീഷൻ. കാരണം precipitation ഒക്കെ മിക്കവാറും ചെയ്യുന്ന ഹോട്ട് കണ്ടീഷനിലായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്, നമ്മളിതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് പഠിക്കുന്നത് വളരെ എളുപ്പമായിരുന്നു. precipitate ഇങ്ങനെ സാധനം വേരിയത്തിന്റെ സൊല്യൂഷൻ ചൂടാക്കി അതിലേക്കാട് ചൂട് സൾഫേറ്റ് ഒഴിക്കുന്നത്. അപ്പോൾ കണ്ടീഷൻ ആ ഹോട്ട് കണ്ടീഷനിൽ തന്നെ precipitate കുറേ നേരം മദർ ലിക്കറുമായിട്ട് വേർപെടുത്താതെ ഇതേ കണ്ടീഷനിൽ വെക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് digestion. That is, the precipitate formed is allowed to remain in contact with the mother liquor in the hot condition for some time, say half hour, 1 hour, whatever it may be. That process is called a digestion. And what happens during digestion? Actually, what happens during digestion is now precipitate ഉണ്ടായി കഴിഞ്ഞു, അതിൽ ചെറിയ പാർട്ടികൾ, വളരെ ചെറിയ പാർട്ടികൾ ഉണ്ടാവും, കുറച്ച് വലിയ പാർട്ടികൾസ് ഉണ്ടാവാം, ഇടത്തരം പാർട്ടികൾസ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് പാർട്ടികൾസ് ഉണ്ട്. Usually what happens is the smaller particles gets dissolved in the mother liquor. മദർ ലിക്കർ ഡിസോൾവ് ചെയ്യാൻ പറ്റില്ല, കാരണം എന്താണ്, സോളിബിലിറ്റി വളരെ കുറവാണ്. ബട്ട് a slight quantity can dissolve, and that dissolved substance can get deposited again onto the larger particles. മനസ്സിലാണ്ട? അപ്പോൾ
പ്രസിപ്പിറ്റേറ്റിൽ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടാവാം, ഇടത്തരം പാർട്ടിക്കിൾസ് ഉണ്ടാവാം, വലിയ പാർട്ടിക്കിൾസ് ഉണ്ടാവാം. അങ്ങനെയുള്ള പാർട്ടിക്കിൾസിൽ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾസ് ഒക്കെ എന്ത് ചെയ്യും, സൊല്യൂഷനിലേക്ക് അങ്ങ് പോയിട്ട് തിരിച്ച് പോകാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ തിരിച്ചുടനെ അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ വലിയ പാർട്ടിക്കിൾസ് നമ്മളേക്ക് അത് പോവാം. മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്താ ഗുണം? മൊത്തത്തില് ദ പാർട്ടിക്കിൾ സൈസ് ഓഫ് ദി precipitate increases due to digestion or aging. What is the advantage? പറഞ്ഞ് മനസ്സിലാകുന്നില്ല. ഇപ്പൊ കുറേ നേരം അവിടെ തന്നെ വെച്ചിട്ട്, കുറേ നേരം തന്നെ ഒരുപാട് സമയം തന്നെ, കുറച്ച് നേരം ആ ഹോട്ട് കണ്ടീഷനിൽ ഫിൽറ്റർ ചെയ്യാതെ, that is the precipitate along with the mother liquor at the hot condition is kept as such, and by this time smaller particles will get dissolved and redeposited on larger particles, so that as a whole the particle size of the precipitate increases. And when the particle size increases, what's the benefit? It becomes more filterable, of course. Particles കൂടെ പെട്ടെന്ന് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. മാത്രമല്ല its surface area decreases. എഫക്റ്റീവ് സർഫസ്, നമുക്കറിയാം പാർട്ടിക്കിൾ സൈസ് കുറയുമ്പോൾ എഫക്റ്റീവ് സർഫസ് ഏരിയ കൂടും. സർഫസ് ഏരിയ കുറഞ്ഞാൽ എന്താ ഗുണം? സർഫസ് ഏരിയ കുറഞ്ഞാൽ ഈ പറഞ്ഞ അഡ്സോർപ്ഷൻ ഒഴിവാക്കും പരമാവധി. മറ്റ് പാർട്ടിക്കിൾസ് precipitate മോളിൽ ഇങ്ങനെ അഡ്സോർവ് ചെയ്ത് നിൽക്കുന്നത് വളരെ കുറേ കൂടുതലായിട്ട് ഒഴിവാക്കാൻ പറ്റും. എപ്പോഴും when the particle size is large. ഈ പാർട്ടിക്കിൾ സൈസ് കൂട്ടാനുള്ള ഒരു എളുപ്പമുള്ള മെത്തേഡ്, ഒരു സിമ്പിൾ മെത്തേഡാണ് ഈ പറഞ്ഞ ഡൈജഷൻ. പാർട്ടിക്കിൾ സൈസ് കൂടെ ഫിൽട്രേഷൻ എളുപ്പത്തിലാവും. കണ്ടാമിനേഷൻ ഓഫ് ദി precipitate will be less. മനസ്സിലായില്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ് പറയാം. ഓക്കെ.